ഹായ് psychoangler പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ, ഒരു ഫിഷിംഗ് വീഡിയോ. അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ടവൻ്റെ സ്റ്റെല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുക്കാനയുടെ സ്റ്റോൺ ഐലൻഡ് 6000 എന്നുള്ള ആ ഒരു റീലിൻ്റെ ചെറിയൊരു രീതിയിലുള്ള ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലാർഗോ ഷാഡിനകത്താട്ടോ അടിച്ച്, സ്ട്രോമിൻ്റെ ലാർഗോ ഷാഡ്, ഒരു ഫ്ലൂറസൻ ഗ്രീൻ ആണ് കേട്ടോ. ചെറിയതാണ്, ചെറുതാ. അണ്ണാക്കിൽ എത്തിച്ചും ചെയ്തേക്കുന്നു. ടൈഗർ പോൺസിനകത്ത് നിർത്ത്. ഞാനിവിടെ അറിയില്ലേ മരത്തിന്റെ ഇപ്പുറത്ത് എറിയത്. എറിഞ്ഞോട് ഞാനിവിടെ അറിയില്ലേ സൈഡിൽ നിന്ന് മീൻ കയറുന്നു. ഇനി പൊക്കപ്പാട് ഇങ്ങോട്ട് വരും കേട്ടാ. ഞാൻ നോക്കും. അത് നല്ല ആ ഗ്യാപ്പിൽ തോന്നും. അപ്പോൾ നമ്മൾ ഇന്നത് ഈ ഒരു റീലായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലുക്കാനയുടെ സ്റ്റോൺ ഐലൻഡ് SW6000 എന്നുള്ള ഈ ഒരു മോഡലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലും കൂടി നമ്മൾ പറയുന്നത്. നിങ്ങൾ ആ വീഡിയോസൊക്കെ നമ്മൾ കുറച്ച് മീൻ പിടിക്കുന്ന ചെറിയ 1-2 വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു റീൽ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൂർ കാസ്റ്റിങ്ങിന് അത്ര പോസിബിൾ അല്ല. ലൂർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ പോയി ഷ്രിമ്പും ലൂർ എറിഞ്ഞ് മീൻ പിടിക്കുന്നതിന് അത്ര ഗുണമുള്ള കേസല്ല. കാരണം ഇത് വലിയൊരു റീലാണ്, 6000 ആണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 480 ഗ്രാം 70 ഗ്രാമായിട്ട് വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് കാസ്റ്റിംഗ്, ഞങ്ങൾക്കറിയാം എപ്പോഴും നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ലൂർ കാസ്റ്റിങ്ങിനായിട്ടാണ് നമ്മൾ റോഡ് റീൽ സെലക്ട് ചെയ്യണമെങ്കിൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള റോഡ് റീൽ ഉപയോഗിക്കാന്നുള്ളത്. പിന്നെ എന്തിനാണ് ഈ റോഡ് റീൽ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാളാജി അങ്ങനത്തെ അല്ലെങ്കിൽ വായുമീൻ അങ്ങനെയുള്ള മീൻ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രാഗിൻ്റെ സൗണ്ടും അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ വലിയ മീനൊന്നും അടിച്ചിട്ടില്ല. ഒക്കെ ഒരു 1 kg ആ സൈസുള്ള മീനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതെന്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാരാക്കൂട്ട് അടിക്കാൻ, നമുക്കിപ്പോൾ ബാരാക്കൂട്ടിൻ്റെ സീസൺ ആയിരുന്നു, ആ സീസണിൽ നമുക്ക് ബാരാക്കൂട്ട് അടിക്കാൻ യൂസ് ചെയ്യുക. അതുപോലെ വലിയ GT അങ്ങനെയുള്ള മീനുകൾ പിടിക്കാൻ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ സാൽമൺ പിടിക്കാൻ യൂസ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കട്ട്ല റോഹു അങ്ങനെയുള്ള മീനുകൾ പിടിക്കാനും യൂസ് ചെയ്യാം. കാരണം വലിയ വില അല്ലേ ഈ റീലിന് എന്ന് പറയും, 3250 രൂപ അങ്ങനെ എന്തോ ഈ റീലിന് വില വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പർപ്പസിന് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ
അപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ റീൽ വെച്ചിട്ട് മീൻ പിടിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് റോഡ് റീലൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അവരും ഇതെടുത്തിട്ട് എന്താ ലൂർ കാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മുന്നേയുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. നമ്മൾ പഴയ വീഡിയോസിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് അടുത്തുള്ള വീഡിയോസിലൊക്കെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓവർ വെയിറ്റുള്ള റോഡും റീലും എടുക്കാതിരിക്കുക. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചിലപ്പോൾ 2-3 മണിക്കൂർ നിന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യും. അപ്പോൾ കൈ വേദന എടുക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് കൂടിയ റോഡ് റീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിനും ഷോൾഡർ പെയിനൊക്കെ വരും. വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അധികം നേരം നിന്ന് കാസ്റ്റ് ചെയ്യാനും പറ്റില്ല, പെട്ടെന്ന് ടയേർഡായി പോകും. അപ്പോൾ ഈ ഒരു റീല് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടായിരുന്നു. നമുക്കിതിൻ്റെ നല്ല സൗണ്ടാണ്, നല്ല അടിപൊളി സൗണ്ട്. അപ്പോൾ കഴിഞ്ഞ സോൾട്ട് ആർമർ റീൽ ഉപയോഗിച്ചു, SW4000 സോൾട്ട് ആർമർ. ആ റീലിനകത്തൊന്നും ഈ ഒരു സൗണ്ടില്ല കേട്ടോ. നമുക്കന്ന് ആ ഫ്രഷ് വാട്ടറിൽ പോയിട്ട് നമ്മൾ മീൻ പിടിച്ചിട്ടും പിന്നെ ഒരു അമൂർ അടിച്ചിട്ടും അങ്ങനെയുള്ള സൗണ്ടേ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുമ്പോൾ കിട്ടിയിട്ടേ ഇല്ല. കാരണം ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കണം എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരണം. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് വീഡിയോസിനകത്തൊക്കെ ഇതിൻ്റെയൊക്കെ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് മീൻ പിടിക്കുന്നത്. അപ്പോൾ കാരണം അത് അത്രേ ഉള്ളൂ, കാരണം കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഈ റീല്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാക്സിമം എടുക്കാതിരിക്കുക. അതായത് സ്ഥിരമായിട്ട് ലൂർ കാസ്റ്റിങ് ഷാർഡും ലൂറും ശ്രിമ്പ് എറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട. കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 480 ഗ്രാമും പിന്നെ റോഡ് 100-300 ഗ്രാമിൻ്റെ റോഡ് ഏകദേശം ഒരു 3/4 കിലോന് വെയിറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈമൊന്നും നിന്ന് ഇങ്ങനെ എറിയാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം മനസ്സിലായില്ലേ, ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം കാളാഞ്ചി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ കാളാഞ്ചി അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാളാഞ്ചി അടിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ ഭാഗ്യമില്ല. എന്തായാലും നമ്മളിപ്പോൾ റോഡ് ചേഞ്ച് ചെയ്യും. റോഡല്ല റീൽ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യും. നമ്മൾ സോൾട്ട് ഓർമർ തന്നെ ആയിരിക്കും യൂസ് ചെയ്യട്ടെ. അത് നിങ്ങൾക്ക് അറിയാം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിയ അമൂറിനകത്ത് അതിനെ പിടിച്ചിട്ട് ആൾ പുലിയനാണ്, അത് വീട്ടിലിരിപ്പുണ്ട്. ഇനി എന്തായാലും നമ്മൾ തൊട്ടടുത്ത ദിവസമുള്ള വീഡിയോസിലൊക്കെ നമ്മൾ അതിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ട് 1-2 ചെറിയ അമൂറ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതേ മീൻ കിട്ടുന്നുള്ളൂ. എല്ലായിടത്തും മോശമാണ്. മീനൊന്നും എവിടെയും പകലൊന്നും അടിക്കുന്നേ ഇല്ല. അടിക്കുന്നതെല്ലാം ചെറിയ സൈസ് മീനുകളാണ്, 1/2 kg 1 kg സൈസുള്ള മീനുകളാണ്. പിന്നെ നൈറ്റിലാണെങ്കിൽ നല്ല മീൻ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ നൈറ്റിലുള്ള വീഡിയോസ് ചെയ്യാറേ ഇല്ല. നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ് നൈറ്റിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം, മീൻ പിടിച്ചിട്ടുള്ള കേസ് പറഞ്ഞുതരാം. കാരണം ചെറിയ മീനെ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റിവ്യൂ ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി എന്തായാലും ഇത് വെച്ചിട്ട് നമ്മൾ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാതെ മീൻ ടാർഗറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും അത് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ വീഡിയോസിനകത്ത് നമ്മൾ മിക്കവാറും ഈ റീൽ തന്നെ കൊണ്ടായിരിക്കും ആ മീൻ പിടിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്താ പറയുക, ഇതിൻ്റെ കാര്യം പറയത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾക്ക് എടുക്കുക. അതായത് ബാരാക്കുട, GT, വാഴമീൻ, അങ്ങനെ ലോങ് കാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടിച്ച് മീൻ ഓടുന്ന മീനുകളുണ്ട്. ഒരുപാട് ലോങ് ഓടുന്ന മീനുകളൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ എടുക്കാം, ഈ റീലിന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടിപൊളി നല്ല ഇതുപോലെയുള്ള ഫിഷിംഗ് വീഡിയോസും റിവ്യൂ വീഡിയോസ്, അൺബോക്സിംഗ് വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.